Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. എല്ലാവർക്കും ഗുഡ് ഈവനിങ് കേട്ടോ. മഴ പെയ്യുന്നുണ്ടോ നന്നായിട്ട്? മഴ പെയ്യുന്നുണ്ടോ? Yes, ma'am. ഉണ്ട് മാം. നല്ല മഴ. നന്നായിട്ട് പെയ്യുന്നുണ്ടല്ലേ? നാളെ അവധി കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ടില്ലല്ലേ? എനിക്ക് ക്ലാസ് കഴിഞ്ഞായിരുന്നോ? ഇല്ലല്ലേ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ആരാണ് പ്രെയർ? ആരാണ്? പ്രെയർ ചെയ്യാനായിട്ട് ആളില്ലേ? സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണങ്ങളാൽ ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശു ക്രിസ്തുവും നബിയല്ലാവും എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഏകണേ ഞങ്ങൾക്കെപ്പോഴും. താങ്ക് യു മാം. നന്നായിരുന്നു കേട്ടോ. നമ്മുടെ ഈ PG ക്ലാസ്സിൽ സൈൻ ഇനും തോട്ട് ഓഫ് ദ ഡേ ഒക്കെ പറയാറുണ്ടോ നിങ്ങള്? ജിഷ മാമിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ? പ്രയർ മാത്രമേ ഉള്ളൂ? എങ്ങനെയാ? എന്താ? ആളുണ്ടെങ്കിൽ പറയും മാം, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ? സൈൻ ഇൻ പറയാൻ ആരെങ്കിലും ഉണ്ടോ? നല്ലതല്ലേ അത് പറയുന്നേ? നമ്മുടെ ക്ലാസ് ഒരു എനർജറ്റിക് ആയിട്ട് മാറും. ഒരു ഉന്മേഷത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്യും. സൈൻ ഇൻ തോട്ട് ഓഫ് ദ ഡേ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ആരെങ്കിലും ഉണ്ടോ സൈൻ ഇൻ പറയാൻ? സൈനിൻ ഉണ്ടായിരുന്നു മാം. ഇവിടെ ഈ ബഹളമാണ്, ഈ കരച്ചിലാണ്. സെമിനാറിന്റെ മുമ്പ് ഞാൻ ചെയ്യാം മാം. നൗഫല് ചെയ്യൂ അല്ലേ? ഓക്കെ. ഞാനൊരു റിഡിൽ ടൈപ്പ് ഇതാ ചോദിക്കുന്നത്. ഞാനൊരു ചോദിക്കുന്നതിന് നിങ്ങൾ ആൻസർ പറഞ്ഞു. I have a long neck. I have a long legs. I am the tallest of mammals. I eat leaves from bushes and trees. Who am I? Giraffe അല്ലേ? Giraffe. Yes. Sign in by Naufala. Welcome, ma'am. ഓക്കെ, താങ്ക് യു. നല്ല സൈൻ ഇൻ ആയിരുന്നു അല്ലേ? ഓക്കെ, തോട്ട് ഓഫ് ദ ഡേ ഉണ്ടോ? മിസ്സേ ഞാൻ പറയാം മിസ്സേ. ഷമീമ അല്ലേ? അതെ. If you want to shine like a sun, first burn like a sun. APJ Abdul Kalam. ഓക്കെ, അപ്പോ ഇന്ന് സെമിനാർ പ്രസന്റ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞ 5 പേരും റെഡി ആയിട്ടുണ്ടോ? ഓക്കെയാണ്. 5 പേരും ഓക്കെയാണ്. 4 പേര് തമ്പുള്ളല്ലോ. തസ്നി വന്നിട്ടില്ലേ? തസ്നി
മാം കേറിണ്ടാവും ഈ പ്രയർ ടൈം ആയ കാരണാവും. ഓ ഓക്കെ ഓക്കെ. ആ ഓക്കെ ആണല്ലേ? ഓക്കെ. അപ്പോ ഫസ്റ്റ് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാല്ലേ? ഫസ്റ്റ് അതിനു മുമ്പ് ഞാനൊന്ന് PDF എടുക്കട്ടെ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് റീജയാണ് മെയിൻ്റനൻസ് ഓഫ് ഡിസിപ്ലിൻ. Good evening, ma'am. ഗുഡ് ഈവനിങ്. Good evening, ma'am. Good evening, dear friends. I am Reja Philippos from Idukki. അപ്പോൾ എൻ്റെ ടോപ്പിക്ക് മെയിൻ്റനൻസ് ഓഫ് ഡിസിപ്ലിൻ എന്നുള്ളതാണ്. ഞാൻ ഫസ്റ്റ് റീജയുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിരിക്കുന്ന പേര് ഇത് റീജ തന്നെയാണോ? റീജ ഫിലിപ്പോസ്. റീജ ഫിലിപ്പോസ്. ഞാൻ പേര് എഴുതിക്കോട്ടെ കേട്ടോ. ഓക്കെ. ഏത് ബാച്ച് ആണെന്നും കൂടി ഒന്ന് പറയണേ. MD8. MD8 ആണ് അല്ലേ? അത് എല്ലാരും മെൻഷൻ ചെയ്ത് എഴുതി വെക്കുന്നുണ്ട്. കണ്ടോ? ഓക്കെ. അതുകൊണ്ടാണ് മാർക്ക് ഇടാനാണ് ചോദിച്ചത് കറക്റ്റ് ആയിട്ട്. അപ്പോ നന്നായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ ഫസ്റ്റ് ടെക്സ്റ്റ് ഒന്ന് വായിക്കാവേ, എന്നിട്ട് പ്രസന്റ് ചെയ്യാം. Maintenance of discipline. The word discipline is supposed to from the Latin word discipline, which means management, role, education, practice, teaching and trained condition. അതായത് ഡിസിപ്ലിൻ എന്ന വാക്ക് ലാറ്റിൻ പദമായ ഡിസിപ്ലിനയിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിന് മാനേജ്മെന്റ്, റൂൾ, നിയമം, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, പ്രാക്ടീസ്, പരിശീലനം, ടീച്ചിങ് ആൻഡ് ട്രെയിൻഡ് കണ്ടീഷൻ, പഠിപ്പിക്കൽ, പരിശീലനം നേടിയ അവസ്ഥ എന്നെല്ലാമാണ് ഡിസിപ്ലിൻ എന്ന വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. The derivation of the English word disciple is supposed from the Latin word discipulum, which means pupil. ഇംഗ്ലീഷിൽ ഡിസിപ്പിൾ എന്ന വാക്ക് ലാറ്റിൻ പദമായ ഡിസിപ്പിളയിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിന് വിദ്യാർത്ഥി എന്നാണ് അർത്ഥം. This is expected from the pupils that he should obey his teachers respectfully and according to him he should develop necessary and required qualities in himself for a successful life. In this way, the meaning of discipline is to create consistency in conduct. വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകരെ ആദരവോടെ റെസ്പെക്ട് ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. അതുപോലെ വിജയകരമായ ഒരു ജീവിതത്തിന് ആവശ്യമായ ഗുണങ്ങൾ അവരെ സ്വയം വളർത്തിയെടുക്കുകയും വേണം. ഈ രീതിയിൽ ഡിസിപ്ലിൻ എന്നത് ഒരു സ്ഥിരത കൈവരിക്കുക കൂടിയാണ്. Lot of words are used in Hindi for discipline. For example, control, regulation, self-restraint, courtesy and discipline, etc. ഡിസിപ്ലിന് ഹിന്ദിയിൽ കൺട്രോൾ, റെഗുലേഷൻ അതായത് ക്രമീകരണം, നിയന്ത്രണം, സെൽഫ് റെസ്ട്രെയിൻറ്റ് ആത്മനിയന്ത്രണം, ക്വാർട്ടസി ആൻഡ് ഡിസിപ്ലിൻ മര്യാദ, അച്ചടക്കം തുടങ്ങിയവയൊക്കെ മീൻ ചെയ്യുന്നു. The use of the word control will be suitable at the place where someone is to kept forcibly in possession. അതായത് ഈ കൺട്രോള്, നിയന്ത്രണം എന്ന വാക്ക് ഒരാളെ നിർബന്ധിച്ച് ഒരു സ്ഥലത്ത് പിടിച്ചു വെക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് കൺട്രോൾ എന്ന വാക്ക്. നെക്സ്റ്റ് വൺ സെൽഫ് റെസ്ട്രെയിൻറ്റ്. സെൽഫ് റെസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് നിയമാനുസൃതം. ഒരു വ്യക്തിക്ക് നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. അത് ഫോർ എക്സാമ്പിൾ ജോബ് പ്ലേസിലാണെങ്കിൽ അതിൻ്റെ മേലധികാരികളുടെ നിയമങ്ങൾ അവിടുത്തെ നിയമങ്ങളൊക്കെ അനുസരിക്കണം. സ്റ്റുഡൻസിന് സ്കൂളിലാണെങ്കിൽ സ്കൂളിലെ നിയമങ്ങൾ, അച്ചടക്കമൊക്കെ അനുസരിക്കേണ്ടതായിട്ട് വരുന്നു, നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ട് വരുന്നു. സെൽഫ് റെസ്ട്രെയിൻറ്റ് സ്വയം നിയന്ത്രണം. അതായത് ഒരു വ്യക്തിക്ക് സ്വന്തം ഇഷ്ടങ്ങൾ നിയന്ത്രിക്കുന്നതിനെ, ഫോർ എക്സാമ്പിൾ ഫുഡ് അങ്ങനെയുള്ളതിലൊക്കെ സ്വയം കൺട്രോൾ ചെയ്യുന്നതിനെയാണ് സെൽഫ് റെസ്ട്രെയിൻറ്റ് എന്ന്
പറയുന്നത്. അടുത്തത് കോർട്ടസി, മര്യാദ. മുതിർന്നവരെ ബഹുമാനിക്കുന്നതിനാണ് കോർട്ടസി എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. ഒരു കുട്ടി മുതിർന്നവരെ മര്യാദയോടെ റെസ്പെക്ട് ചെയ്യുമ്പോൾ നമ്മൾ കോർട്ടസി എന്ന വാക്ക് യൂസ് ചെയ്യുന്നു. അത് സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സിനെയും ഹെഡ്മിസ്ട്രസിനെയും ഒക്കെ റെസ്പെക്ട് ചെയ്യുന്നു. വീട്ടിലാണെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്നതെല്ലാം കോർട്ടസിയിൽ വരുന്നു. ഇനി അടുത്തത് ഡിസിപ്ലിൻ. ഈ ഡിസിപ്ലിൻ എന്നത് ഈ മുകളിൽ പറഞ്ഞ എല്ലാം, അതായത് കൺട്രോള്, റെഗുലേഷൻ, റെസ്പെക്ട്, സെൽഫ് റെസ്ട്രിക്ഷൻ, ഇവയെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ ഡിസിപ്ലിന് വളരെ ഇമ്പോർട്ടന്റ് ആണുള്ളത്. ഒരു വിദ്യാർത്ഥിയെ നല്ല പൗരനായി മാറ്റിയെടുക്കാനായിട്ട് ഡിസിപ്ലിൻ സഹായിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് കൃത്യതയും ഉത്തരവാദിത്വവും വളർത്താനായിട്ട് ഡിസിപ്ലിൻ സഹായിക്കുന്നു. അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഒരു റിലേഷൻ സ്ട്രോങ് ആക്കുന്നു. വിദ്യാർത്ഥിയുടെ വ്യക്തിത്വം വികസിക്കുന്നു. പിന്നെ ചിട്ടപ്പെടുത്തിയ ഒരു പെരുമാറ്റ രീതികളെ ഉദ്ദേശിച്ചാണ് ഡിസിപ്ലിൻ എന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു സ്ഥാപനത്തിൽ ക്രമവും ചിട്ടയും കാണുന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു ഡിസിപ്ലിൻ ഉണ്ടെന്ന് പറയാം. സ്കൂളിൽ നിന്നും ലഭിക്കുന്ന അച്ചടക്കം പിന്നീട് ഉള്ള ജീവിതത്തിലും കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്നു. കഴിഞ്ഞു മാം. ഓക്കെ, വെരി ഗുഡ്. നന്നായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടോ. താങ്ക് യു മാം. എല്ലാവർക്കും മനസ്സിലായല്ലോ? ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല മാം, നല്ലോണം മനസ്സിലായി. നെക്സ്റ്റ് വൺ തമന്നയാണ്. മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ. Good evening, ma'am. Good evening, my dear friends. തമന്നയുടെ ഫുൾ നെയിം വിത്ത് ഇനീഷ്യൽ പറ കേട്ടോ. തമന്ന അസീം, AZIEM. MD8 ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. Okay, ma'am. Good evening, ma'am, and my dear friends. I'm Tamanna from Trivandrum. അപ്പോൾ ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്ന സെമിനാർ ടോപ്പിക് എന്ന് പറയുന്നത് മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ ആണ്. അപ്പോൾ ഡിസിപ്ലിൻ എന്താണെന്നുള്ളത് നമ്മുടെ റീജ ഓൾറെഡി പറഞ്ഞല്ലേ, അത് അച്ചടക്കമാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അച്ചടക്കമാണ്. ഇനി എന്താണ് ഈ മോഡേൺ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തൊട്ട് ഇങ്ങനെ വായിച്ച് പറഞ്ഞു പോവാണേ. According to modern educational thinking, the meaning of discipline is taken in widespread form. അതായത് ഇപ്പോഴത്തെ പുതിയ വിദ്യാഭ്യാസ രംഗത്ത് വെച്ച് നോക്കുമ്പോൾ, ഇപ്പോഴത്തെ ഒരു പുതിയൊരു മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വെച്ച് നോക്കുമ്പോൾ ഡിസിപ്ലിനെ ഭയങ്കര ഒരു വ്യാപ്തമായിട്ട് ഭയങ്കര വലുതായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരാളുടെ നമുക്കൊരു പഠിക്കാനുണ്ട്, ഒരു ജോൺ ഡ്യൂവിന്റെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ പറയുന്നതെന്ന് വെച്ചാൽ ദ ഒബ്ജക്റ്റീവ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ടു ഡെവലപ്പ് ക്വാളിറ്റീസ് ഓഫ് സക്സസ്ഫുൾ സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യബിലിറ്റി ഇൻ ചിൽഡ്രൻ. അതായത് കുട്ടികളിൽ ഈ ഒരു ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളിൽ വിജയകരമായ പൗരത്വവും അതേപോലെ സാമൂഹികതയുമാണ് എയിം ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഈ പുതിയ രീതിയിലുള്ള കൺസെപ്റ്റ്, ഡിസിപ്ലിന്റെ കൺസെപ്റ്റ് എയിം ചെയ്യുന്നത് എന്ന് വെച്ചാല് നമുക്കറിയാം, മനുഷ്യര് നമ്മളെല്ലാവരും ഒരു സോഷ്യൽ ബീയിങ് ആണ് അല്ലെ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇന്ററാക്ട് ചെയ്ത് പരസ്പരം ഗ്രൂപ്പുകളിൽ, അതായത് ഒന്നിനെ മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. എല്ലാവരുമായിട്ട് സഹകരിച്ച് ജീവിക്കുന്ന ഒരു ഇന്ററാക്ഷൻ ഉള്ള ഒരു ഇതാണ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്, നമ്മൾ മനുഷ്യർ. അപ്പോ ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ കൊണ്ടുവരാൻ നോക്കുന്നത്. ഒരു സ്കൂൾ എന്ന് പറയുമ്പം അവിടെ മനുഷ്യനെ, അതായത് ഒരു കുട്ടീനെ പൂർണ്ണമായിട്ടും സോഷ്യലി, മോറലി, എത്തിക്കലി അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോ ദ സ്കൂൾ ഡിസിപ്ലിൻ ഈസ് മെന്റ് ഇൻട്രാമൂറൽ. ഇവിടെ സ്കൂൾ ഡിസിപ്ലിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻട്രാമൂറൽ എന്നാണ്. ഇൻട്രാമൂറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തർ സംസ്ഥാനീയമായെന്നാണ് അതിന്റെ ഒരു മലയാളം, അല്ലെങ്കിൽ വിദ്യാലയ പഠനത്തിൽ ഉൾപ്പെട്ട. അത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു സ്കൂളിനുള്ളിൽ ഇന്റേണൽ, സ്കൂളിന്റെ അകത്ത് പഠിപ്പിക്കുന്ന അച്ചടക്കം, ഡിസിപ്ലിൻ. ഇനി എങ്ങനെയാണ് സ്കൂളിന്റെ എക്സ്റ്റേണൽ ഡിസിപ്ലിൻ, അതിന്റെ പുറത്തേക്കെന്ന് പറയുമ്പം കുട്ടികളിലുള്ള ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, എത്തിക്കൽ വാല്യൂസ്, അതായത് ശാരീരിക, മാനസിക, സാമൂഹിക, ധാർമ്മികത, ഇതെല്ലാ മൂല്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയാണ് കുട്ടികളിൽ ആ ഒരു എക്സ്റ്റേണൽ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പൊ സ്കൂൾ ഡിസിപ്ലിൻ ഇൻട്രാമൂറൽ ആണ്. എക്സ്റ്റേണൽ ഡിസിപ്ലിൻ എന്ന് ഉദ്ദേശിക്കുന്ന ഈ കുട്ടികളിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, എത്തിക്കൽ വാല്യൂസ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യുക, സോഷ്യലി ഇന്ററാക്ട് ചെയ്യിപ്പിച്ച് അവരെ ഒരുപാട് ആക്ടിവിറ്റീസിലൂടെ മാത്രമേ നമുക്ക് ഇത്തരം ഡിസിപ്ലിൻസ് കുട്ടികളിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ മോഡേൺ കൺസെപ്റ്റ് ഓഫ് സ്കൂൾ ഡിസിപ്ലിൻ ഇൻ വിച്ച് ബോത്ത് സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് സോഷ്യൽ ഡിസിപ്ലിൻ ആർ സ്ട്രെസ്ഡ് ഈക്വലി ഓർ പാർഷ്യലി.
അതായത് ഒരേപോലെ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്വയം അച്ചടക്കമാണ്. നമുക്ക് നമ്മുടെ ഫാമിലിയിൽ നിന്ന് അല്ലെ ഇൻബിൽട്ട് ആയിട്ട് കിട്ടുന്ന ഒരു അച്ചടക്കമുണ്ട്. പക്ഷെ സ്കൂളില് ഇവിടെ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ഡിസിപ്ലിൻ, സാമൂഹികപരമായിട്ടുള്ള, അതായത് പരസ്പരം ഇന്ററാക്ട് ചെയ്ത് ഗ്രൂപ്പുകൾ ആക്ടിവിറ്റീസ് ചെയ്ത് അങ്ങനെയുള്ളൊരു കുട്ടികളെ ബെറ്റർമെന്റ് ഓഫ് ദി സൊസൈറ്റി, നാളത്തെ നല്ലൊരു സമൂഹത്തിലേക്ക് നല്ലൊരു ഇൻഡിവിജ്വൽ ആയിട്ട് ഇന്നത്തെ ഒരു കുട്ടീനെ, ഒരു ചിൽഡ്രനെ മാറ്റിയെടുക്കുക എന്നുള്ളൊരു എയിമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, ജോൺ ഡീയുടെ ഒരു തിയറി ഇവിടെ കിടപ്പുണ്ട്. ദ മച്ച് ആൻഡ് കോമൺലി, വായിക്കുന്നത് കണ്ടോ? ഞാൻ അത്രയും വായിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത തിയറിയാണേ പറയുന്നത് അതിന്റെ ഇടയിൽ. ഓക്കെ. The much and commonly lamented separation in school between intellectual and moral training, between the inheriting of information and growth of characters is simply one expression of the എന്താ മാം പറഞ്ഞു? ഹലോ, okay. One expression of the failure to understand and construct the school as a social institution having social life and value within itself. അതായത് നമ്മുടെ പൊതുവായിട്ട് ഈ സ്കൂളിൽ ഒരു അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇന്റലക്ച്വൽ ആയിട്ട് ഒരു മോറൽ ട്രെയിനിങ് അല്ലെ ഒരു ധാർമ്മികമായിട്ടുള്ളൊരു പരിശീലനവും അതേപോലെ എന്താണ് ഇൻഫർമേഷൻ ആരല്ലേ തരാൻ മാം, സോറി മാം, ഒരു മിനിറ്റ്. അത് കുഴപ്പമില്ല, കുഞ്ഞ് കരയുന്നോണ്ടല്ലേ. കേൾക്കാൻ പറ്റുന്ന ഇത് കൊണ്ടുപോയിക്കോ. ഇപ്പോ പാട്ടിട്ടോ ഇട്ടുതരും. ഇത് ചെല്ലും കേൾക്കാവോ മാം? ഞാൻ പറയുന്ന കേൾക്കാവോ? കേൾക്കാം കേൾക്കാം. കുഞ്ഞ് ഓക്കെ എങ്ങനെയോ? കരയുന്നുണ്ടോ? ഓ, കുഞ്ഞ് കരയുന്നുണ്ടോ? അല്ലല്ല, എനിക്ക് വേണ്ടിയിട്ടല്ല. അവൻ വെറുതെ വാശി പിടിച്ചിപ്പോ സ്കൂളിലൊക്കെ വിട്ട് തുടങ്ങിയതേ ഉള്ളു. അപ്പൊ അതിന്റെ ഒരു വാശിയുണ്ട്. എല്ലാം ഉണ്ട്. അങ്ങോട്ട് ചെല്ലും മോനെ. ഇട്ടുതരും. ചെല്ല്. ഓക്കെ മാം, കണ്ടിന്യൂ ചെയ്യട്ടെ മാം? സോറി മാം, കുറെ നേരമായി തുടങ്ങിയിട്ട് 1 മണിക്കൂറോളമായി. കുഞ്ഞ് ഓക്കെ ആയോ? കുഴപ്പമില്ല, അവന് വെറുതെ വാശി. ഇപ്പൊ പ്ലേ സ്കൂളിൽ ഇരുത്തി തുടങ്ങിയപ്പോ ഈ കരച്ചില് നല്ലോണം പഠിച്ചു. അവിടുന്ന് പിള്ളേരൊക്കെ കരയുന്നു പല രീതിയിലാണ് ഇപ്പൊ കരച്ചില്. ഓക്കെ മാം, സോറി. അപ്പം അതെ, between the inheriting of information and growth of characters is simply one expression of the failure to understand and construct the school as a social institution having social life and value within itself. അതായത് അവിടെ ഉദ്ദേശിക്കുന്ന ഭൗതികവും അതായത് ധാർമ്മികവുമായ പരിശീലനം, വിവരങ്ങളുടെ പാരമ്പര്യം, അതാണ് അവിടെ ഇൻഫോർമേഷൻ, ഇൻഹെറിറ്റിംഗ് ഓഫ് ഇൻഫോർമേഷൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങളാണ്. സിമ്പിളായിട്ട് മെൻഷൻ ചെയ്താൽ ഇൻഫോർമേഷൻ, നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. പിന്നെ കഥാപാത്രങ്ങളുടെ വളർച്ച, അവിടെ നമ്മുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സ്കൂള്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിവയ്ക്കിടയിലുള്ള സ്കൂളിൽ വളരെ സാധാരണയായി വിലപിക്കുന്ന വേർതിരിവ്, സാമൂഹിക ജീവിതവും അതായത് സോഷ്യൽ ലൈഫും മൂല്യവുമുള്ള ഒരു സാമൂഹിക സ്ഥാപനമായി സ്കൂളിനെ മനസ്സിലാക്കുന്നതിലും നിർമ്മിക്കുന്നതിലുമുള്ള പരാജയത്തിന്റെ ഒരു പ്രകടനമാണെന്നാണ് ജോൺ ഡീവി പറയുന്നത്. സത്യം പറഞ്ഞാൽ മാം ഇത് വായിച്ചപ്പോ കുറച്ച് കട്ടിയായിരുന്നു. അത് മനസ്സിലാക്കാൻ കുറച്ച് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നാ, സ്കൂള് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് നാളത്തെ ഒരു സോഷ്യൽ വെൽഫെയറിന് വേണ്ടി മനുഷ്യനെ ഒരു ഇപ്പോഴത്തെ കുട്ടികളെ നല്ലൊരു സോഷ്യൽ ബീയിങ് ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവരിക. ആ ഒരു സോഷ്യൽ ഡിസിപ്ലിൻ ആണ് ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്.
ഒരു 4 മതിലിൽ ചുറ്റപ്പെട്ട് വെറും ഒരു എന്താ പറയുന്നത് സ്വയം അച്ചടക്കം അല്ലെങ്കിൽ ബാക്കി മോറൽ എത്തിക്കൽസ് ഇതൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഒന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇതിലേക്ക് കുട്ടീനെ എന്താണ് പരിശ്രമിച്ച് കൊണ്ടുവരിക. നാളത്തെ സൊസൈറ്റി, ഹോൾ ഓഫ് ദി സൊസൈറ്റി, മൊത്തത്തിൽ ഒരു സൊസൈറ്റിയിൽ പെരുമാറുന്ന ഒരു അച്ചടക്കമാണ് ഇവിടെ പറയുന്നത്. പിന്നെ വരുന്നത് ഈച്ച് എക്സ്പീരിയൻസ് ഓഫ് എ ചൈൽഡ്, അത് മെന്റൽ അല്ലെങ്കിൽ മോറൽ ഇൻഫ്ലുവൻസ്. മാം ഈ ബാക്കി ഞാൻ അടുത്ത ഇതിലെടുക്കാം, അടുത്ത ആളെ എടുത്തോട്ടെ മാം, ടൈം പോകണ്ട, ഇപ്പൊ എടുക്കാവേ, അടുത്തോടെ എടുക്കാം. എന്താ മോനെ Okay, then next one, discipline in school. Tasni. ഓക്കെ മാം, റെഡിയാണ്. Tasni, full name THASNI Tasni Nasir. Okay. MT8. Okay. ഗുഡ് മോർണിംഗ്, അല്ല ഗുഡ് ഈവനിങ് മാം. ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് ഡിസിപ്ലിൻ ഇൻ സ്കൂളാണ്. നമ്മുടെ തൊട്ടു മുമ്പുള്ള 2 പേരും റീജയും തമന്നയും പറഞ്ഞതുപോലെ തന്നെ ഡിസിപ്ലിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ വീട്, സെക്കൻഡ് സ്റ്റെപ്പ് നമ്മുടെ സ്കൂളാണ്. അപ്പോൾ കുട്ടികൾ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ സ്കൂളിലേക്ക് വരുന്നത് ചെറിയ പ്രായത്തിലേ തന്നെ നമ്മുടെ സ്കൂളുകളിലേക്ക് എത്തുകയാണ്. അവരൊരു 4 വയസ്സ് 5 വയസ്സ് തൊട്ട് സ്റ്റാർട്ടിങ് നമ്മുടെ സ്കൂളുകളിലേക്ക് എത്തുകയാണ്. അവിടെ തൊട്ടാണ് കുട്ടികളുടെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ബിൽഡ് ചെയ്ത് വരുന്നത്. ഓക്കെ മാം, ഞാൻ ക്ലാസ്സിലേക്ക് എടുക്കാം. ഡിസിപ്ലിൻ ഇൻ സ്കൂൾ എന്ന് പറയുമ്പോൾ ഡിസിപ്ലിൻ ഇൻ സ്കൂൾ ജനറലി മീൻസ് ഓർഡർ ആൻഡ് സിസ്റ്റം ഇൻ ഡൂയിങ് തിങ്സ്, യൂണിഫോമിറ്റി ആൻഡ് അക്യൂസ്നെസ് ടു ദ കമാൻഡ്സ്, ബട്ട് ഡിസിപ്ലിൻ ഈസ് നോട്ട് സിനോണിമസ് വിത്ത് ക്ലാസ് ഓർഡർ. It should not be identified with orderly behavior in the classroom and other forms of school activities. അതായത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്കൂളിലെ അച്ചടക്കം പൊതുവെ അർത്ഥമാക്കുന്നത് കാര്യങ്ങൾ ചെയ്യുന്നതിലെ ക്രമവും വ്യവസ്ഥയും ഏകീകൃതവും അജ്ഞതയോടുള്ള സമ്മതവും എന്നതാണ്. അതായത് കുട്ടികൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ അതിലെ കുട്ടികളുടെ അച്ചടക്കം എങ്ങനെ ആയിരിക്കണം, എങ്ങനെ അവരെ ബിൽഡപ്പ് ചെയ്തെടുക്കണം എന്നതിലെയൊക്കെ ഫസ്റ്റ് കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്ന് വെച്ചിരുന്നത് സ്കൂളുകളിൽ നിന്നാണ്. ക്ലാസ് മുറികളിലെയും മറ്റ് സ്കൂൾ പ്രവർത്തനങ്ങളുടെയും ക്രമീകൃതമായ പെരുമാറ്റത്തിലൂടെ അതിനെ തിരിച്ചറിയുന്നത് ബലപ്രയോഗത്തിലൂടെയും അജ്ഞതകൾ കൊടുക്കുന്നതിലൂടെയും അച്ചടക്കം നിലനിർത്താൻ പറ്റും. നമുക്ക് കുട്ടികളോട് ബലം പ്രയോഗിച്ചും അവർക്ക് ആജ്ഞകൾ കൊടുത്തും അവരെ നമ്മൾ അടിച്ചമർത്തി ഇരുത്തി നമുക്ക് കുട്ടികളിലേക്ക് ഡിസിപ്ലിൻ സ്കൂളുകളിൽ കൊടുക്കാൻ സാധിക്കും. പക്ഷെ അങ്ങനെ കൊടുക്കുന്നത് ഇറ്റ് should be not identified with orderly behavior in the classroom and other forms of school activities. Outside show of order can also be maintained by force of fear. ഇതാണ് ഇപ്പൊ പറഞ്ഞത്. കുട്ടികളെ പേടിപ്പിച്ചും നമുക്ക് സമ്മർദ്ദം ചെലുത്തിയും കുട്ടികളിലേക്ക് നമുക്ക് ഡിസിപ്ലിൻ കൊടുക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് നോട്ട് റിയൽ ഡിസിപ്ലിൻ. അതെന്ന് പറയുന്നത് ഒരു റിയൽ ആയിട്ടുള്ള ഡിസിപ്ലിൻ ആയിരിക്കില്ല. റിയൽ ഡിസിപ്ലിൻ ഈസ് സെഡ്യൂഷൻ. നമ്മളൊരു വശീകരണ രീതിയിലായിരിക്കണം കുട്ടികളിലേക്ക് ഡിസിപ്ലിൻ എത്തിക്കേണ്ടത്. ഒരു PT സാറിനെയോ ഒരു പ്രിൻസിപ്പളിനെയോ കാണുമ്പോൾ കുട്ടികൾ കുറച്ച് സമയം ബഹളം ഉണ്ടാക്കാതെ നിൽക്കുന്ന ഒരു രീതി, അതാണ് നമ്മൾ കുട്ടികളിലേക്ക് അടിച്ചമർത്തുന്നതും ബലം പ്രയോഗിച്ച്. അപ്പൊ അവരെ കാണുമ്പോൾ അവർ കുറച്ച് പേടിയുള്ള ഒരു ക്യാരക്ടർ, ഒരു പ്രിൻസിപ്പൾ ഒരു PT സാറിനൊക്കെ പറയുമ്പോൾ കുറച്ച് പേടിയുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും കുട്ടികളിൽ. അവരെ കാണുമ്പോൾ ഒരു 2 സെക്കൻഡോ അല്ലെങ്കിൽ 3 സെക്കൻഡോ അവർ കഴിയുന്നത് വരെ അവർ ഡിസിപ്ലിൻ ആയിട്ട് നിൽക്കുക. ദെൻ അവർ പിന്നെയും അങ്ങനെ തന്നെ ബഹളം ഉണ്ടാക്കുക എന്നുള്ളത് അവരോടുള്ള ആ പേടി കൊണ്ടും അവർ അടിക്കുമോ അല്ലെങ്കിൽ അവർ ചീത്ത പറയുമോ എന്നുള്ള ഒരു ഭയം കൊണ്ടുമാണ് കുട്ടികൾ അവിടെ അച്ചടക്കം ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ ആ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമുക്ക് കുട്ടികളിൽ മെയിൻറ്റെയിൻസ് അല്ല, അത് നമുക്ക് കുട്ടികളിൽ കിട്ടുന്ന അതായത് റിയൽ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനാണ് നമുക്ക് പറയാൻ കഴിയില്ല. അച്ചടക്കം എന്ന് വശീകരിക്കുന്നത് പോലെയാകണം. സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്ന അച്ചടക്കം ആത്മനിയന്ത്രണത്തിന്റെയും സഹകരണത്തിന്റെയും ശീലങ്ങൾ ക്രമേണ വളർത്തിയെടുക്കുന്നതിന്റെയും നടപ്പിലാക്കുന്നതിന്റെയും ഫലമായിരിക്കണം. നമ്മൾ കുട്ടികളിൽ കിട്ടുന്ന ആ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കുട്ടികളിലെ ആത്മനിയന്ത്രണം, സോഷ്യലായിട്ടും സ്കൂളിന്റെ അകത്തായിട്ടും പുറത്തുള്ള ആളുകളോടും എങ്ങനെയൊക്കെ പെരുമാറണം, എങ്ങനെയാണ് സ്കൂളിന്റെ ഉള്ളിൽ നമ്മൾ പെരുമാറേണ്ടത്,
എന്നുള്ളതെല്ലാം കിട്ടേണ്ടത് സ്കൂളിൽ നിന്നാണ്. കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നത് അവരുടെ അച്ചടക്കം, മറിച്ച് അവർക്ക് കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്ന അച്ചടക്കം എന്നത് അവർക്ക് കിട്ടുന്നത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആയിരിക്കില്ല. അതായത് സ്കൂളിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവരത് തിരിച്ചായിരിക്കും അവർ പെരുമാറുക. സ്കൂളിന്റെ അകത്ത് ഡിസിപ്ലിൻ കാണിച്ചാലും പുറമേട്ട് ഇറങ്ങുമ്പോൾ അവര് ഈ പറയുന്നത് പോലെ അവർ തിരിച്ച് അവരുടെ ബിഹേവ് നേരെ ക്യാരക്ടർ മാറുന്ന ഒരു ടൈപ്പായി പോകും. കുട്ടികളിൽ പേടിപ്പിച്ചല്ല നമ്മൾ ഡിസിപ്ലിൻ കൊടുക്കേണ്ടത്. കുട്ടികളിലേക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എന്തിനാണ് ഡിസിപ്ലിൻ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഫലങ്ങൾ എന്നുള്ള കാര്യങ്ങളെല്ലാം കുട്ടികളിൽ പറഞ്ഞ് ബോധവൽക്കരിച്ച് വേണം കുട്ടികളുടെ ഡിസിപ്ലിൻ നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അതിന്റെ ആവശ്യങ്ങളും മൂല്യങ്ങളും അവനെ പറഞ്ഞ് മനസ്സിലാക്കിയെടുപ്പിക്കലാണ് വേണ്ടത്. സ്കൂൾ അച്ചടക്കം എന്നത് കുട്ടികളിൽ ചില അഭികാമ്യമായ മനോഭാവവും ശീലവും ജീവിതത്തിൽ എത്രമാത്രം യൂസ്ഫുൾ ആണ് അവർക്ക് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞ് സ്കൂളുകളിൽ നിന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ പുറകെ പോകുന്ന ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ സ്കൂളിൽ നിന്നാണ് അവർക്ക് ഫസ്റ്റ് ഒരു ബോധവൽക്കരണം, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കൂളിൽ നിന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. ബോധവൽക്കരണ ക്ലാസ്സുകളും അത് ഉപയോഗിക്കുന്നത് കൊണ്ട് അവരുടെ ലൈഫിലും അവരുടെ കുടുംബത്തിലും സോഷ്യലായിട്ടും എന്തൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെ ദോഷഫലങ്ങളാണ് അവർക്ക് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയെടുപ്പിച്ച് അതിൽ നിന്നും ഒരു ഡിസിപ്ലിനാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. നമ്മൾ സ്കൂളിൽ ഇപ്പോൾ ശരിക്കും റിയൽ ആയിട്ട് നടക്കുന്നത് സിലബസ് അനുസരിച്ചുള്ള ഒരു ക്ലാസ്സുകൾ മാത്രമാണ് നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നത്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പീരീഡ് അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും കുട്ടികൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ബോധവൽക്കരണം നടത്തണം എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരു വീക്കിലി ഒരു ക്ലാസ്സിലെങ്കിലും മതി, ഒരു മണിക്കൂറെങ്കിലും കുട്ടികളോട്. അതായത് നമ്മുടെ ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് ഭയങ്കര ട്രാജഡിക്കലായിട്ട് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത രീതിയിലുള്ള ഒരു പോക്കാണ് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ പോകുന്നത്. നമ്മൾ ശരിക്കും ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന ഡിസിപ്ലിൻ അല്ല കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. നമ്മുടെ സാമൂഹികപരമായി എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്ന് നേരിടുന്നത് എന്നുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ബോധവൽക്കരിച്ച് അതിൽ നിന്നും ഒരു ഡിസിപ്ലിനാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായിരുന്നു. പ്ലസ് ടുവിൽ ഫസ്റ്റ് ഡേ പ്ലസ് ടുവിലേക്ക് കയറിയിരിക്കുന്ന കുട്ടികളെ 5 കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അതിന്റെ കാരണം അവര് മുടി പ്രോപ്പറായിട്ട് വെട്ടിയില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. ഒരു 80% പറഞ്ഞ ഒരു 50% പറഞ്ഞാല് ഇത് ഓക്കെയാണ്. നമ്മുടെ ഡിസിപ്ലിൻ നമ്മുടെ സ്കൂളിൽ നിന്നും എങ്ങനെയാണ് തലമുടി വെട്ടേണ്ടത്, എങ്ങനെയാണ് അവരുടെ ഹെയർ കട്ടിന്റെ ആ ഒരു സ്റ്റൈല്. ഇപ്പൊ ആർമിയിലുള്ളതും പോലീസിലുള്ളവർക്കൊക്കെ ഒരേ സ്റ്റൈൽ ഉണ്ട്. ആർമി കട്ട്, പോലീസ് കട്ട് എന്നൊക്കെ പറയും. പക്ഷെ അവര് പോലീസിലുള്ള ഒരാള് വേറൊരു രീതിയിലും അവർക്ക് തലമുടി വെട്ടാൻ പറ്റില്ല, പോലീസ് കട്ട് തന്നെയാണ് അവർക്ക്. അപ്പൊ അവരുടെ ഒരു ഡിസിപ്ലിന്റെ ഭാഗമാണ് അത്. അതുപോലെ നേവിയിലുള്ള ആളുകൾ, ആർമിയിലുള്ള, അങ്ങനെ എല്ലാവർക്കും ഒരു ഡിസിപ്ലിന്റെ ഭാഗമുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി എങ്ങനെയായിരിക്കണം തലമുടി വെട്ടേണ്ടത് എന്നുള്ളത് നമ്മുടെ സ്കൂളിലെ ഒരു ഡിസിപ്ലിന്റെ ഭാഗമാണ്. ഒരു 50% ആ കുട്ടിക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കുക. 50% അവരെ പുറത്താക്കിയതിനോട് എനിക്ക് യോജിച്ചു. കാരണം അത് നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണ് അവരിൽ ചെയ്യുന്നത്. അവരെ പറഞ്ഞ് മനസ്സിലാക്കാതെ അവരെ പുറത്താക്കി, ഗേറ്റിന് പുറത്താക്കി വാതിലടച്ചു. അവര് ഗേറ്റിന് പുറത്താക്കി എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസമായിട്ട് പേരൻസുമായിട്ട് വന്ന് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ അവരെ ക്ലാസ്സിൽ ഫസ്റ്റ് ഡേ തന്നെ ക്ലാസ്സിൽ നിന്ന് വെളിയിലാക്കി. അപ്പോൾ ആ ഡിസിപ്ലിൻ, ആ സ്കൂളിലെ ആ വെട്ടേണ്ട തലമുടിയുടെ ആ രീതി അവർക്ക് പറഞ്ഞ് ഇങ്ങനെയാണ് പുറമേ കാണുന്ന ഒരാൾ നമ്മുടെ സ്കൂളിനെ പറ്റിയും നമ്മുടെ കൾച്ചറിനെ പറ്റിയും ഇതാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ സ്കൂളിൽ ഒരു വാല്യൂ മറ്റുള്ള സ്കൂളുകൾ തരില്ല, അല്ലെങ്കിൽ മറ്റുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ കാണുമ്പോൾ ഒരു വാല്യൂ നമ്മുടെ സ്കൂളിലുണ്ടാവും. അങ്ങനെ നമ്മുടെ സ്കൂളിൽ പറയാൻ പറ്റുന്ന ഒരു സാർ ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കി, ഒരു ടീച്ചർ പറഞ്ഞ് മനസ്സിലാക്കി, അങ്ങനെയാണ് ഇവരുടെ അച്ചടക്കം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു മക്കളായിട്ട് ഇന്നത്തെ കാലത്തെ കുട്ടികളെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ സ്കൂളുകളിൽ നിന്നും നമ്മുടെ വീടുകളിൽ നിന്നും ഒക്കെ ആയിരിക്കണം. നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സോ ഒക്കെ ആയിരിക്കണം ഇവരെ കൈക്കുമ്പിളിൽ കൊണ്ട് നടന്ന് ഇവരുടെ ഡിസിപ്ലിൻ വളർത്തിയെടുക്കേണ്ടത്. സ്കൂളിന്റെ അകത്തും പുറത്തും ഡിസിപ്ലിന്റെ മൂല്യങ്ങളും ഡിസിപ്ലിന്റെ ആവശ്യകതയും ഇവരെ പറഞ്ഞ് ബോധവൽക്കരിച്ച് അടിച്ചേൽപ്പിക്കാതെ ഇവരെ മൂല്യമുള്ള ഒരു മക്കളാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് സ്കൂളിൽ ഡിസിപ്ലിൻ. അത് ഡിസിപ്ലിൻ എന്തായിരിക്കണം സ്കൂളിന്റെ ഉള്ളിൽ വേണ്ടത് എന്നാണ് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഇവരെ വേണ്ടത്. ഓക്കെ മാം, താങ്ക് യു. നന്നായിരുന്നു കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും?
ഞാനിനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. വളരെ നന്നായിട്ട് തന്നെയാണ് 3 പേരും പ്രസന്റ് ചെയ്തത്. നാലാമത്തെ ആളാണ് ഡെയ്സിൻ. ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ. Yes, ma'am. ഡെയ്സിൻ ഇനീഷ്യൽ സഹിതം ഒന്ന് പറയാം കേട്ടോ. Daisin John. ഡെയ്സിൻ ജോൺ അല്ലേ? Daisin. ബാച്ച് ഏതാ? MT8 October. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. Good evening, ma'am, and good evening, my dear friends. Today, I would like to talk about topic importance of discipline. Discipline is one of the most essential value in life. So, നമുക്ക് ദൈവം നമുക്ക് തന്നിട്ടുള്ള എല്ലാ കഴിവുകളും അത് അതിന്റെ പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഡിസിപ്ലിൻ നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. അത് മാത്രമല്ല, ഒരുവന് നല്ല കഴിവുകൾ അറ്റൈൻ ചെയ്യാനും ഈ ഡിസിപ്ലിൻ വഴി അറ്റൈൻ ചെയ്യാനും അതുവഴി വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഈ കഴിവുകൾ മെച്ചപ്പെടുത്താനും ഈ ഡിസിപ്ലിൻ വഴി നമുക്ക് സാധിക്കും. Discipline is the practice of training oneself to follow rules and regulations, maintain order and stay focused on goals. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യുന്നതാണ്, നമ്മളെ തന്നെ പ്രാക്ടീസ് ചെയ്യിക്കുന്നതാണ്. ടു ഫോളോ റൂൾസ്, റെഗുലേഷൻസ്, അതുവഴി ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഡിസിപ്ലിൻ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത്, അച്ചടക്കത്തിന്റെ ആ ഒരു ഇത് ഫോളോ ചെയ്യുമ്പം അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ആ ഗോളിലേക്കായിരിക്കും, നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മൾ ഡിസിപ്ലിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിപ്പോ ഒരു സൊസൈറ്റി ആയിക്കോട്ടെ, ഒരു നേഷൻ ആയിക്കോട്ടെ, ഒരു വ്യക്തി ആയിക്കോട്ടെ, ഡിസിപ്ലിൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ച് കീ പോയിന്റ് ഞാൻ ഇത് അങ്ങനെ വായിച്ച് പറയുന്നില്ല, ഞാൻ അങ്ങനെയല്ല പ്രിപ്പയർ ചെയ്തത്. കുറച്ച് കീ പോയിന്റുകൾ പറയാം. ഇപ്പം ഇതിന്റെ ഇമ്പോർട്ടൻസ് വെച്ച് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഇംപ്രൂവ്സ് ഫോക്കസ് ആൻഡ് സെൽഫ് കൺട്രോൾ. ഇപ്പൊ ഡിസിപ്ലിൻ നമ്മളെ ഇറ്റ് ടീച്ചസ് ടു കൺട്രോൾ അവർ ഇമോഷൻസ് ആൻഡ് അവോയ്ഡ് ഡിസ്ട്രാക്ഷൻ. അപ്പം ഡിസിപ്ലിൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഒരാളെ പഠിപ്പിക്കുന്നത് അവരുടെ ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്ത് എല്ലാ ഡിസ്ട്രാക്ഷൻസും അവോയ്ഡ് ചെയ്ത് സ്വാഭാവികമായിട്ടും ഇംപ്രൂവ്സ് കോൺസെൻട്രേഷൻ. നമ്മുടെ കോൺസെൻട്രേഷൻ അതുവഴി നമുക്ക് ഇംപ്രൂവ് ചെയ്യുന്നത് വഴി നമുക്ക് നല്ല ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് ഈ ഡിസിപ്ലിനിലൂടെ നമുക്ക് കിട്ടും. സെക്കൻഡ് വൺ, ഡെവലപ്പ് റെസ്പോൺസിബിലിറ്റി. ഒരു ഡിസിപ്ലിൻഡ് പേഴ്സൺ എപ്പോഴും ടേക്സ് റെസ്പോൺസിബിലിറ്റി, റെഡി ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനായിട്ട് ഒരു എന്തെങ്കിലും ഒരു ആക്ഷൻ ആണെങ്കിലും അയാളുടെ തന്നെ ഒരു ബിഹേവിയർ ആണെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി പേഴ്സണലി ആണെങ്കിലും സോഷ്യൽ ലൈഫിലാണെങ്കിലും ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് ഈ ഡിസിപ്ലിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ അവരിൽ ഏൽപ്പിച്ചിരിക്കുന്ന കമ്മിറ്റ്മെന്റ്സ്, അവരുടെ ആ ഒരു അക്കാഡമിക് പെർഫോമൻസ് അത് എഫക്റ്റീവായിട്ട് ചെയ്യുന്നതിന് ഈ അച്ചടക്കം നമ്മളെ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യും. അച്ചടക്കമുള്ള ഒരു കുട്ടി എന്താണ് ഡിസിപ്ലിൻ ആ കുട്ടിയെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് വൺ ഇംപ്രൂവ്സ് ഫോക്കസ് ആൻഡ് സെൽഫ് കൺട്രോൾ, സെക്കൻഡ് വൺ ഡെവലപ്പ് റെസ്പോൺസിബിലിറ്റി, തേർഡ് വൺ ഹെൽപ്പ് ടു അച്ചീവ് ഗോൾ. പറഞ്ഞായിരുന്നല്ലോ, ഡിസിപ്ലിൻ നമ്മളെ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എഫേർട്ട്, തുടർച്ചയായിട്ടുള്ള ഒരു എഫേർട്ടാണ്. അത് അക്കാഡമിക് സക്സസിൽ ഇപ്പം ഒരു സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഒരു അക്കാഡമിക് സക്സസിലേക്ക്, ഒരു വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്ത് അവരുടെ കരിയർ ഗ്രോത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്താണെങ്കിൽ അവരുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് ഈ ഡിസിപ്ലിൻ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും. മെയിനായിട്ട് പറയുന്നത് ഹെൽപ്പ് ടു അച്ചീവ് ഗോൾസ്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് എൻഷുർ ബെറ്റർ ടൈം മാനേജ്മെന്റ്. ഡിസിപ്ലിൻ ആയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് വെരി വാല്യുബിൾ ഒരു റിസോഴ്സ് ആണ് ടൈം എന്ന് പറയുന്നത്. ഈ ഡിസിപ്ലിൻ പ്രത്യേകിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നല്ല പ്ലാനിങ്, ആ ടൈം മാനേജ്മെന്റ് പ്ലാൻ ചെയ്യുക. അതുവഴി വൈസ്ലി നമ്മുടെ പ്ലാനിങ് മാത്രമല്ല, യൂസ് ടൈം വൈസ്ലി, എഫക്റ്റീവായിട്ട്
ഇപ്പം എക്സാമ്പിൾ പറയുമെങ്കിൽ ഓരോ പ്രയോറിറ്റൈസ് ചെയ്ത് ഓരോ ടാസ്കും ഒരാളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ടാസ്കും എന്താണ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അത് അങ്ങനെ നമ്മൾ തിരിച്ചിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആദ്യം ചെയ്യുക. അങ്ങനെ നമുക്ക് തന്നെ അത് ടൈം മാനേജ്മെന്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാനായിട്ട്, ഇപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ അവരുടെ അസൈൻമെന്റുകൾ കംപ്ലീറ്റ് ചെയ്യുക എഫിഷ്യന്റ് ആയിട്ട്, അവർക്ക് കൊടുത്തിരിക്കുന്ന വിത്തിൻ ഡെഡ് ലൈൻസിൽ അത് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡിസിപ്ലിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്ത പോയിന്റ് ബിൽഡ് ഗുഡ് ഹാബിറ്റ്. ഇപ്പം എന്താ ഒരു റൊട്ടീൻ ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മൾ വേക്കപ്പ് ഓൺ ടൈം, ഈറ്റിംഗ് ഹെൽത്തി, സ്റ്റഡിങ് റെഗുലർലി, ഇതൊക്കെ ഒരു ഗുഡ് ഹാബിറ്റ് നമുക്ക് കിട്ടും. ഇതെല്ലാം ഒരു ഡിസിപ്ലിന്റെ റിസൾട്ടാണ്, ഒരു ഫലമാണ്, നല്ലൊരു അച്ചടക്കത്തിന്റെ ഒരു ഫലമാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഒരു നല്ല ഹാബിറ്റ് ഫോം ചെയ്യാനും അതുവഴി ഒരു ബാലൻസ്ഡ് ലൈഫ്, സക്സസ്ഫുൾ ലൈഫിലേക്ക് നമ്മളെ അത് ഈ ഡിസിപ്ലിൻ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും. നെക്സ്റ്റ് വൺ ലീഡ്സ് ടു റെസ്പെക്ട് ആൻഡ് ട്രസ്റ്റ്. ഒരു ഡിസിപ്ലിൻഡ് ഇൻഡിവിജ്വല് എപ്പോഴും മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യും. ഇപ്പൊ കുട്ടികളാണെങ്കിൽ ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യും, സമപ്രായക്കാരെ പിയേഴ്സ് ഗ്രൂപ്പിനെ റെസ്പെക്ട് ചെയ്യും. ഒരു സ്കൂളിലാണെങ്കിൽ തന്നെ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റെസ്പെക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഡിസിപ്ലിൻ ആണ് അവർ കീപ്പ് ചെയ്യുന്നത്. അതുവഴി ഡിസിപ്ലിൻഡ് ഇൻഡിവിജ്വലിന് തിരിച്ചും റെസ്പെക്റ്റും, അവർക്കും തിരിച്ച് റെസ്പെക്ട് കിട്ടും. ആ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് എപ്പോഴും ട്രസ്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. അവര് പങ്ക്ച്വൽ ആയിട്ടുള്ള ഒരാള്, അങ്ങനെയാണ് നമ്മൾ ഒരു ഡിസിപ്ലിൻഡ് അച്ചടക്കമുള്ള ഒരു മിക്കവരും പങ്ക്ച്വൽ ആയിരിക്കുമല്ലോ കൂടുതലും. പിന്നെ ഇറ്റ് ക്രിയേറ്റ്സ് ഒരു പീസ്ഫുൾ സൊസൈറ്റി. ഇപ്പം ഒരു എന്താണ് നാഷണൽ ലെവൽ ആൾക്കാർ, എല്ലാ സിറ്റിസൺസും എല്ലാവരും ആ ഒരു രാജ്യത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. മറ്റുള്ളവരുടെ റെസ്പെക്ട് ഈച്ച് അതേഴ്സ് ബൗണ്ടറീസ്, അവരെ റെസ്പെക്ട് ചെയ്യുക. അങ്ങനെ ഒരു ഒത്തൊരുമ, ഇറ്റ് ക്രിയേറ്റ്സ് എ ഹാർമണി ആൻഡ് ഓർഡർ ഇൻ സൊസൈറ്റി. ആ സൊസൈറ്റിയിൽ തന്നെ ഒരു ഓർഡർ വരുത്താൻ ഇത് ഹെൽപ്പ് ചെയ്യും, ഒരു ഒത്തൊരുമയോടുകൂടി പോകാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. കൺക്ലൂഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഡിസിപ്ലിൻ, ഇപ്പം എനിക്ക് ഈ വേർഡ്സിൽ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇംപ്രൂവ്സ് ഫോക്കസ് ആൻഡ് സെൽഫ് കൺട്രോൾ, ഡെവലപ്പ് റെസ്പോൺസിബിലിറ്റി, ഹെൽപ്പ് ടു അച്ചീവ് ഗോൾ, എൻഷുർ ബെറ്റർ ടൈം മാനേജ്മെന്റ്, build a good habit, leads to respect and trust, creates a peaceful society. So conclusion പറയുകയാണെങ്കിൽ discipline is the fundamental, it is a foundation of a successful life എന്ന് വേണമെങ്കിൽ പറയാം. അടിത്തറ തന്നെയാണ്, ഒരു സക്സസ്ഫുൾ ലൈഫിന് വേണ്ട ഒരു അടിത്തറ തന്നെയാണ് അത്. നമ്മളെ ഇറ്റ് ഷേപ്സ് അവർ ക്യാരക്ടർ, ഇറ്റ് സ്ട്രെങ്തൻസ് അവർ മൈൻഡ് ആൻഡ് ഹെൽപ്പ് ഒരാളുടെ ക്യാരക്ടർ ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരാളുടെ മനസ്സിനെ നല്ല സ്ട്രെങ്ത് ചെയ്യാനും ബലപ്പെടുത്താനും അതുവഴി ഹെൽപ്പ് ഇൻഡിവിജ്വൽസിനെയും സൊസൈറ്റീസിനെയും ഗ്രോ പോസിറ്റീവായിട്ട് ഒരാൾ വളർന്നു വരാനായിട്ടും ഇപ്പൊ അതിപ്പം വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും എല്ലാം ഈ ഡിസിപ്ലിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കീ ടു ലോങ് ടേം സക്സസ് ആൻഡ് ഹാപ്പിനെസ് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ ഈ ടെക്സ്റ്റിൽ പറയുന്നത് ഒരു ഗ്രേറ്റ് ഫിലോസഫർ അരിസ്റ്റോട്ടിൽ, അദ്ദേഹം പറയുന്നുണ്ട് ഡിസിപ്ലിനെ പറ്റി, ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിനെ പറ്റി പറയുന്നത്. എ നേഷൻ ഈസ് നോട്ട് ബിൽറ്റ് ബൈ മൗണ്ടെയിൻസ് ആൻഡ് ട്രീസ്, നോട്ട് വിത്ത്സ്റ്റാൻഡിങ് ഇറ്റ് ഈസ് ബിൽറ്റ് ബൈ ദ ക്യാരക്ടർ ഓഫ് ഇറ്റ് സിറ്റിസൺ. ഇത് ശരിക്കും പറഞ്ഞ ഒരു സത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം പറയുന്നത്. ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സിറ്റിസൺസ് ഉള്ള ഒരു കൺട്രീസ് എപ്പോഴും ഒരു പ്രോഗ്രസിന്റെ പാതയിലായിരിക്കും. അപ്പോ എങ്ങനെ കൺക്ലൂഡ്, അദ്ദേഹത്തിന്റെ വാക്കുകളോട് ഞാൻ കൺക്ലൂഡ് ചെയ്യണയാണ്. താങ്ക് യു മാം. താങ്ക് യു. ഡേസിൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കൺട്രി, അല്ലെങ്കിൽ അതായത് അവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെയധികം ഡിസിപ്ലിൻ ആയിട്ടാണ് പോകുന്നതെങ്കിൽ ആ ഒരു കൺട്രി എന്ന് പറഞ്ഞാൽ പുരോഗതിയിലേക്കായിരിക്കും വളരുക, അതായത് ഡെവലപ്മെന്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്.
ഫോർ എക്സാമ്പിൾ നമ്മള് UAE ഒക്കെ എടുത്ത് നോക്കിയാൽ, അറബ് സ്റ്റേറ്റ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. സൗദി അറേബ്യ, അങ്ങനെ അബുദാബി, ദുബായ് അങ്ങനെയുള്ള സ്റ്റേറ്റ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും എത്രത്തോളം ഡിസിപ്ലിൻഡ് ആയിട്ടാണ് അവിടെ ആളുകള് ജീവിച്ചു വരുന്നത് അല്ലെ. ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ നമ്മളിവിടെ സ്വിറ്റ്സർലൻഡിലൂടെ ആയിരിക്കില്ല ക്രോസ് ചെയ്യുന്നത് അല്ലെ, പക്ഷെ അവിടെ സ്വിറ്റ്സർലൻഡിലൂടെ ക്രോസ് ചെയ്തിരിക്കുക, അപ്പൊ പോലീസ് വന്ന് പിടിക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ അവിടെ വാഹനം ഉപയോഗിക്കുമ്പോൾ, ഇപ്പൊ ബസ് യാത്ര ചെയ്യുമ്പോൾ ഒരു കാർഡാണ് കയ്യിൽ കരുതുക അല്ലെ, നമ്മൾ ചാർജ് ചെയ്യണം, നമ്മുടെ റീചാർജ് പോലെ തന്നെ ചാർജ് ചെയ്യണം. അത് ചാർജ് ചെയ്തിട്ട് ഇപ്പൊ 100 രൂപക്കാണ് നമ്മൾ ചാർജ് ചെയ്യുന്നതെങ്കിൽ ആ 100 രൂപ ആ കാർഡ് തീരുന്നത് വരെ നമുക്ക് സഞ്ചരിക്കാം. ആ കാർഡിന്റെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ പോലീസ് വരികയാണ് ആ വാഹനത്തില്, അപ്പൊ നമ്മൾ പിടിച്ചുകൊണ്ട് പോകും. അപ്പൊ അത്രയധികം സ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കൺട്രീസിൽ വളരെയധികം നല്ല രീതിയിലുള്ള ഡിസിപ്ലിൻ ആണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾ അധികം കുറ്റങ്ങളൊന്നും ചെയ്യുന്നില്ല. ഏത് സമയത്തും സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാം, ഭയങ്കര ഫ്രീഡാണ് അല്ലെ. ഒരു കാര്യം ആളുകൾ പേടിക്കുകയാണ്, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് സ്പോട്ടിൽ വന്ന് പോലീസ് അവിടെ തൂക്കിക്കൊണ്ട് പോകും. അപ്പൊ അത്തരത്തിലുള്ള കൺട്രീസ് എന്ന് പറഞ്ഞാല് ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. അവരെപ്പോഴും നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്യും, അതായത് ഡെവലപ്മെന്റിലേക്ക് ആവുന്നാണ് പറയുന്നത്. ഓക്കെ, പറഞ്ഞപ്പോ ഞാനൊന്ന് നോട്ട് ചെയ്തെന്നുള്ളൂ കേട്ടോ. മാം ശരിക്കും പറഞ്ഞാല് ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല ഡിസിപ്ലിൻ ആയിട്ടുള്ള കൺട്രിയുടെ ഞാൻ ഒരു എക്സാമ്പിൾ എഴുതി വെച്ചിരുന്നത് ഞാൻ പറയാൻ വിട്ടു. ഞാൻ ഉദ്ദേശിച്ച കൺട്രി ജപ്പാൻ ആയിരുന്നു കേട്ടോ. ഇതേപോലെ ഓരോ വണ്ടി എന്താ മെട്രോ ട്രെയിൻ ആണെങ്കിൽ എവിടെയാണെങ്കിലും അവരൊരു ക്യൂ, നല്ല ഒരു ക്യൂ പാലിക്കുക. അതേപോലെ തന്നെ ഇതും പറയാനേ സീബ്ര ക്രോസിംഗ് ലൈൻ, അവരത് ഭയങ്കരമായിട്ട് അച്ചടക്കത്തോട് കൂടിയിട്ട് ഉള്ള ഒരു രാജ്യമായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. നമ്മൾ ഹിന്ദി ഇതാക്കി പറയുമല്ല, അല്ല ഞാൻ പറയണതാണ് ഈ ജപ്പാനില്. പിന്നെ ഇതിൽ ഒരു പോയിന്റ് കൂടെ ഉണ്ടായിരുന്നു, അത് പറയണോ വേണ്ടോ വല്ല ഇത് വേറെ രീതിയിലാവുമോ എന്ന് പേടിച്ചിട്ട് പറയാതിരുന്നതാണ്. മറ്റേ എന്താ history is the spectator that when some country becomes prey of indiscipline, it has to accept the captivity of external powers. ഇത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മുടെ പാകിസ്ഥാനെ എടുത്തു നോക്കിയാൽ അവിടെ ശരിക്കും പറഞ്ഞ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് അല്ലല്ലോ, ഇൻഡിസിപ്ലിൻഡ് പീപ്പിൾസ്. ആ ഒരു കുറ്റം തീവ്രവാദികളുടെ കയ്യിൽ അവരുടെ അധികാരം ഏറ്റെടുത്തുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള ഒരു ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ശരിക്കും ഇന്ത്യ ഒരു പേടി സ്വപ്നമാണ്. നമ്മുടെ പവർ, ഇന്ത്യയുടെ പവർ എന്ന് പറയുന്നത് ശരിക്കും എപ്പോഴും വേണമെങ്കിലും യുദ്ധം ഉണ്ടാകാം. അങ്ങനെ ഒരു അതാണ് സംഭവിക്കുന്നത്. ഈ ഇൻഡിസിപ്ലിൻഡ് സിറ്റിസൺസ് ഉള്ള കൺട്രിയിൽ ഇതാണ് സംഭവിക്കുന്നത്. ആ ഒരു സെന്റൻസ് അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല, ഉദാഹരണമായിട്ട് പറയാനായിട്ട്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, എനിക്ക് സിനിമാ താരം ഐശ്വര്യലക്ഷ്മിയെ പോലെ തോന്നുന്നു ഡേസിനെ കണ്ടിട്ട്. എനിക്ക് മാത്രമാണെന്ന് അറിയില്ല, അതുപോലെ തന്നെ ഞാനിപ്പോ വീഡിയോ ഓൺ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ശരിയാണോ? വിശ്വസിക്കില്ല. എനിക്ക് മാത്രം തോന്നിയിട്ടില്ല മാം. പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചിരിക്കുമ്പോഴും അതുപോലെ തന്നെ ഇങ്ങനെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ അതുപോലെ തന്നെ തോന്നുന്നു എനിക്ക്. ഞാനിപ്പോ കണ്ടതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ, ആദ്യമായിട്ടാണ് കാണുന്നേ, അപ്പൊ കണ്ടതുകൊണ്ട് പറഞ്ഞതാ. ഓക്കെ, എനിക്ക് എങ്ങനെയാ തോന്നി. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ്. അപ്പൊ നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായി പ്രസന്റ് ചെയ്തു. താങ്ക് യു മാം. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ ആണ് നൗഫല. നൗഫലക്ക് ഒരു കുഞ്ഞു ടോപ്പിക് ആണ് കൊടുത്തിരുന്നേ. ഗുഡ് ഈവനിങ് മാം. നൗഫല കെ എം. നൗഫല കെ എം അല്ലേ? MD8 ആണോ? NOUFALA എന്നാണ്. KM അല്ലേ? എല്ലാം കെ മാത്രമേ ഉള്ളൂ. NOUFALA. ഓക്കെ, ഏത് ബാച്ച് ആണ്? MT8 തന്നെ. MT8 തന്നെ അല്ലേ? മൊത്തം MT8 ആണെന്ന് തകർത്തു. ഗുഡ് ഈവനിങ് മാം ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഒരു വീട്ടിലെ ഗൃഹനാഥന് എത്ര വലിയ പങ്കുണ്ടോ അത്ര തന്നെ പങ്ക് ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കും ഉണ്ട്. ഒരു സ്കൂളിലെ ഹൃദയവും ആത്മാവും എല്ലാം ഹെഡ് മാസ്റ്ററാണ്. പിന്നെ ഒരു സ്കൂളില് ഇപ്പൊ ഹെഡ് മാസ്റ്റർ ഒരു അച്ചടക്കം എങ്ങനെ കൊണ്ടുപോകുന്ന മറ്റ് സൊസൈറ്റിയിലുള്ള ആൾക്കാർ അത് മനസ്സിലാക്കുക. ഇപ്പൊ ആൾക്കാര് ഒരു സ്കൂളിലെ യൂണിഫോം കോഡും പിന്നെ അവരെ സ്കൂൾ ബസ്സിൽ കയറുന്ന രീതിയും എല്ലാം നോക്കിയിട്ടാണ് ആൾക്കാർ ആ സ്കൂളിൽ നല്ല അച്ചടക്കം ഉണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കുക.
ഹെഡ് മാസ്റ്റർ ഇപ്പോ ഞാൻ എൻ്റെ മോൻ പഠിക്കുന്ന സ്കൂളിൽ KG ഒരു യൂണിഫോം, പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലും വേറെ യൂണിഫോമാ. അപ്പോ KG ഒരു യൂണിഫോം കോഡ് ഉണ്ട്, തിങ്കൾ 1, ചൊവ്വ 1, ബുധൻ 1 ആ കോഡ് നല്ല രസാ കാണാൻ തന്നെ. അത് ഒരു അച്ചടക്കോ അയ്യ യൂണിഫോമിൽ കൂടെ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാവും ആ സ്കൂളിന്റെ. ഇപ്പൊ ഒരു ഹെഡ് മാസ്റ്റർ എല്ലാ രീതിയിലും, അതായത് ഒരു യൂണിഫോമിന്റെ ലെവൽ മുതൽ കുട്ടികളെ എങ്ങനെ പെരുമാറുന്നു, ബിഹേവ് ചെയ്യുന്നു എല്ലാം ഇതാക്കേണ്ടത് ഹെഡ് മാസ്റ്ററിന്റെ റോൾ തന്നെയാണ്. ടീച്ചേഴ്സ് പ്രവർത്തിക്കേണ്ടതും, ടീച്ചേഴ്സ് കുട്ടികളോട് എങ്ങനെ പെരുമാറണോ, പിന്നെ മാനേജ്മെന്റ് എങ്ങനെ PTA സ്റ്റാഫിനോട് PTA ആൾക്കാരോട് എങ്ങനെ പെരുമാറണം എല്ലാം നിയന്ത്രിക്കുന്നത് ഒരു ഹെഡ് മാസ്റ്റർ തന്നെയാണ്. ഹെഡ് മാസ്റ്റർക്ക് ഒരു സ്കൂളിൽ വലിയ പങ്ക് തന്നെയാണ് ഉള്ളത്. ഹെഡ് മാസ്റ്റർക്ക് ഒരുപാട് റോളുകളുണ്ട്. അതായത് ഒന്നാമത് സ്കൂളിന് നേതൃത്വം നൽകണം. ഹെഡ് മാസ്റ്റർ എന്ന വ്യക്തി സ്കൂളിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഒരാളാകണം. അതിനുള്ള ഒരിത് അയാൾക്ക് ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം എപ്പോഴും. ഏതൊരു പ്രശ്നം വന്നാലും, ഇപ്പൊ ടീച്ചേഴ്സിന്റെ കാര്യത്തിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാവുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കണം. ഇപ്പൊ എനിക്കൊരു എക്സാമ്പിൾ പറയാനുള്ളത്, എന്റെ മോനെ പറ്റിയിട്ട് ഒരു ടീച്ചർ ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓന് 2 ദിവസം സ്കൂളിൽ പോവാണ്ടെന്ന്. അപ്പോ ആ ടീച്ചർ ചോദിച്ചത് എന്തിനാന്ന് ചോദിക്കാണ്ട് കുട്ടിയെ എല്ലാവരും മുന്നിൽ നിന്ന് ഷൗട്ട് ചെയ്ത്. എന്നാ പറഞ്ഞ നിന്നെ പോലെയുള്ള കൊല്ലം പോറ്റി വളർത്തുന്ന പോലെ അടിച്ച് കൊല്ലണമെന്ന്. അതൊരു ടീച്ചർ ഒരിക്കലും ഒരു ഡിസിപ്ലിനോടെ വളർന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും അത് ആ ക്ലാസ് പറയാൻ പാടില്ല. അപ്പോൾ ഞങ്ങളത് കംപ്ലൈന്റ് ചെയ്തു. അതിന് ഞങ്ങളെയും ടീച്ചറെയും വിളിച്ചു വരുത്തിയിട്ട് നല്ലൊരു ആക്ഷൻ തന്നെയാണ് സാർ എടുത്തത്. ഒരു ഹെഡ് മാസ്റ്റർ എന്ന നിലക്ക് നല്ല രീതിയിലാണ് ആക്ഷൻ എടുത്തത്. കാരണം അവരെ ഭാഗവും കേട്ട് ഞങ്ങളെ ഭാഗവും കേട്ട് അതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് അവർ മാനേജ്മെന്റായിട്ട് തീരുമാനം എടുത്ത് നല്ല രീതിയിൽ തന്നെ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി തന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ വേറൊരു സ്കൂളിൽ അങ്ങനെ ഒരു നല്ലൊരു ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള തീരുമാനം എല്ലാം ഉണ്ടാവുക. കുട്ടികളോട് കുട്ടി അങ്ങനെ പറഞ്ഞതായിരിക്കും, അങ്ങനെ ആയിരിക്കും എന്നുള്ള ഇതിൽ തള്ളിക്കളയും. പിന്നെ അധ്യാപക രീതിയിൽ ഹെഡ് മാസ്റ്റർക്ക് ഭയങ്കര പങ്കുണ്ട്. അധ്യാപകന് പാഠം നന്നായി ക്ലാസ്സിൽ എടുക്കുന്നുണ്ടോ എന്ന് നോക്കും. പിന്നെ മറ്റുള്ളവരോട് കുട്ടികളോട് എങ്ങനെ പെരുമാറുന്നുണ്ട് എന്നല്ല അധ്യാപകനെ പുറത്തുനിന്ന് നിരീക്ഷിക്കണം. എന്നിട്ട് അതിൽ എന്തെങ്കിലും പെരുമാറ്റക്കുറവ്, കുട്ടികളുടെ അച്ചടക്ക കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അധ്യാപകര് ഒരു ഹെഡ് മാസ്റ്ററാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ വിദ്യാർത്ഥികളുടെ ക്ഷേമം അന്വേഷിക്കണം. അതായത് സ്റ്റുഡൻസിന് എന്തെങ്കിലും മെന്റൽ ഫിസിക്കൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഹെഡ് മാസ്റ്റർ തന്നെ പോയിട്ട് ഒരു നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കുട്ടികൾക്ക് എന്തെങ്കിലും പരീക്ഷയിൽ എന്തെങ്കിലും മാർക്ക് കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹെഡ് മാസ്റ്റർ നല്ല രീതിക്ക് തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് എന്തെങ്കിലും റെമഡിയൽ ക്ലാസ് ഒക്കെ കൊടുത്ത് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ സഹായിച്ചു കൊടുക്കണം. പിന്നെ ഇപ്പോ ഒരു ഹെഡ് മാസ്റ്റർ ഓരോ സ്കൂളിൽ ഓരോ സിലബസ് ഉണ്ടാവും. സിലബസ് അനുസരിച്ചിട്ടാണോ മുന്നോട്ട് പോകുന്നത്. അത് ഒരു സ്കൂളിന്റെ ഡിസിപ്ലിന്റെ ഏറ്റവും വലിയ ഇപ്പൊ ഒരു മന്ത്ലി ഇത്ര പാഠം തീർക്കണം എന്നൊക്കെ ഓരോരുത്തർക്ക് ഓരോ സിലബസ് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെയാണോ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ളത് ഹെഡ് മാസ്റ്റർ ആണ് ഉറപ്പുവരുത്തേണ്ടത്. പിന്നെ സഹപാഠ പ്രവർത്തനം, അതായത് കുട്ടികൾക്കും എന്തെങ്കിലും പ്രോഗ്രാംസും എല്ലാം ചെയ്യേണ്ടതും ഹെഡ് മാസ്റ്റർ തന്നെയാണ്. പ്രോഗ്രാംസ്, അതായത് ഫെസ്റ്റ്, സ്കൂൾ ഫെസ്റ്റ്, സ്പോർട്സ്, അങ്ങനെ ആ രീതിയിലുള്ള മേഖലകളിലെല്ലാം ഹെഡ് മാസ്റ്റർ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ഭൗതിക സൗകര്യങ്ങൾ, അതായത് സ്കൂൾ ബിൽഡിങ്സ്, ടോയ്ലറ്റ്സ്, ലാബ്, ലൈബ്രറി എന്നിവ ഹെഡ് മാസ്റ്റർ ആണ് ഉറപ്പുവരുത്തേണ്ടത്. അവിടെ ശുചിത്വം ഉണ്ടോന്നോ സുരക്ഷിതത്വ കുറവുണ്ടോന്നോ എല്ലാം ഹെഡ് മാസ്റ്റർ ആണ് ഉറപ്പുവരുത്തേണ്ടത്. പിന്നെ കുട്ടികൾ എന്തെങ്കിലും ഒരു ബാഡ് ബിഹേവിയർ, കുട്ടികൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുകയോ ഒക്കെ ചെയ്താല് അത് ഹെഡ് മാസ്റ്റർ മുന്നില ലാസ്റ്റ് എത്തിപ്പെടുക. ഇപ്പൊ ഹെഡ് മാസ്റ്റർ 2 കുട്ടികൾക്കും കുഴപ്പമൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിലുള്ള ഒരു ശിക്ഷണ രീതിയാണ് കൊടുക്കുന്നത്. അതായത് അത് അടുത്ത ഒരു ഡിസിപ്ലിൻ അങ്ങനെയാണ്. ഒരു സ്കൂളിന്റെ ഇത് മുന്നോട്ട് പോകുന്നതിന് 2 പേർക്കും ഒരു കുഴപ്പമില്ലാണ്ട് ഒരു വിഷമമൊന്നും ഇല്ലാണ്ട് ഡിസിപ്ലിൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകണം. പിന്നെ ഒരു സ്കൂളിന്റെ വിദ്യാർത്ഥികൾ പ്രവേശന ഫീസ്, പിന്നെ രജിസ്റ്റർ, മാർക്ക് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റ് തുടങ്ങിയ എല്ലാ ഇതും ഹെഡ് മാസ്റ്റർ നല്ല ഡിസിപ്ലിനോട് കൂടിയാണോ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഹെഡ് മാസ്റ്റർ തന്നെയാണ് ഉറപ്പുവരുത്തേണ്ടത്.
പിന്നെ മാതാപിതാക്കളുമായിട്ടുള്ള ഇടപഴകല്, അതായത് PTA മീറ്റിംഗ്, പാരൻസും ടീച്ചേഴ്സും തമ്മിലുള്ള ഒരു നല്ലൊരു ബോണ്ടിങ്. ഇപ്പൊ എല്ലാ എടിയും നല്ല ഇത് തന്നെയാണ് ഉള്ളത്. കാരണം വാട്സപ്പ് ഗ്രൂപ്പ്, പാരന്റ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് എല്ലാം ആയിട്ട് നല്ല ഒരു ബോണ്ടിങ് ആണ് ഇപ്പൊ എല്ലാം ഉള്ളത്. അത് പ്രിൻസിപ്പൾ തന്നെയാണ് അതിന്റെ ഒരു നേതൃത്വം നൽകുന്നത്. അത് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ക്ലാസ്സില് കൂട്ടായ്മയിൽ പ്രിൻസിപ്പൾ ഒരു അഡ്മിൻ ആയിരിക്കും. അത് ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മ നല്ല രീതിയിലാണോ പോകുന്നത്, അതിലെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എല്ലാം ഉറപ്പുവരുത്തേണ്ടത് ഹെഡ് മാസ്റ്റർ തന്നെയാണ്. പിന്നെ സർക്കാർ ഉത്തരവ്, അത് സർക്കാരിൽ നിന്ന് വരുന്ന ഏതും, ഇപ്പൊ ഉച്ചഭക്ഷണോ പിന്നെ സ്കോളർഷിപ്പ് തുടങ്ങിയൊക്കെ നടപ്പിലാക്കേണ്ടത് ഹെഡ് മാസ്റ്റർ തന്നെയാണ്. ഹെഡ് മാസ്റ്റർ എല്ലാം ഫോളോ ചെയ്തിട്ട് മുന്നോട്ട് പോകണം. ചുരുക്കി പറഞ്ഞാല് ഒരു സ്കൂളിന്റെ വിജയം എന്നത് ഹെഡ് മാസ്റ്ററിന്റെ കഴിവ് തന്നെയാണ്. ഒരു സ്കൂൾ സമൂഹത്തിൽ ഉയർത്താനുള്ള കഴിവ് ഹെഡ് മാസ്റ്റർ എന്ന വ്യക്തിക്ക് തന്നെയുള്ളത്. അതായത് ഓൾ ഇൻ ഓൾ ഹെഡ് മാസ്റ്റർ തന്നെയായിരിക്കണം. ഒരു ഹെഡ് മാസ്റ്റർ ഏത് മേഖലയിലും അച്ചടക്കത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ സ്കൂളിന് എന്തായാലും ഉന്നത വിജയം തന്നെ ഉണ്ടാവും. ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്ന സ്കൂൾ ഒരിക്കലും സൊസൈറ്റിയിൽ താഴ്ന്നു നിൽക്കൂല, എപ്പോ ഉയർന്നു തന്നെയായിരിക്കും. ആൾക്കാര് ആ സ്കൂളിൽ നല്ല അച്ചടക്കമുണ്ട്, എന്റെ കുട്ടിയെ അവിടെ ചേർത്തണം എന്ന് തന്നെയാണ് എല്ലാവരും പറയാ. ഞാനായാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഏത് സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ സ്കൂളിൽ നല്ല അച്ചടക്കം ഉണ്ടോ എന്ന് തന്നെയാണ് നോക്കുക. അതായത് മെയിൻ അച്ചടക്കം ഒന്ന് വെഹിക്കിൾസിലാണ്, പിന്നെ യൂണിഫോം കോഡിലാണ്, പിന്നെ അവിടെ ടീച്ചേഴ്സും പാരന്റ്സും തമ്മിലുള്ള ഒരു ബോണ്ടിലാണ് നോക്കുക എല്ലാവരും. ടീച്ചേഴ്സ് റൂഡായിട്ട് പെരുമാറുന്ന ഒരിക്കലും നമ്മൾ അവിടെ ചേർത്തൂല. അപ്പൊ ഇപ്പൊ ഉള്ളത് യോയോ വൈബുള്ള ടീച്ചേഴ്സ് ആയിരിക്കണം, ഹൈഫൈ കൊടുത്തിട്ട് ക്ലാസ് കാറ്റുന്നതും അങ്ങനെയുള്ള ഒരു യോയോ വൈബ് ആയിരിക്കണം എല്ലാവർക്കും. ഇപ്പൊ നമ്മളാണെങ്കിൽ നമ്മളെ കുട്ടികളെ ഭയങ്കര അങ്ങനെ ഇതിൽ കൊണ്ടു നടക്കുന്ന സ്കൂളിലെ നമ്മളും ചേർത്തു. അതുകൊണ്ട് എല്ലാത്തിനും പ്രിൻസിപ്പൾ തന്നെയാണ്. ഏത് മേഖലയിലും, മാനേജ്മെന്റിലായാലും PTA ടീച്ചേഴ്സിലായാലും സ്റ്റുഡൻസിലായാലും അച്ചടക്കം എന്നത് ഹെഡ് മാസ്റ്റർ തന്നെയാണ് അവിടെ കൊണ്ടുവരുന്നത് സ്കൂളിൽ. താങ്ക് യു മാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, നന്നായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടോ. എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം 5 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 7 മിനിറ്റ് തീർക്കുക, അല്ലെങ്കിൽ എനിക്ക് ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ എനിക്കൊന്നും നിങ്ങളെ പഠിപ്പിക്കാൻ സാധിച്ചില്ല, ഫുൾ സെമിനാറിലായിരുന്നു. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തല്ലോ ജിസിയ. അപ്പൊ ഞങ്ങൾക്ക് എക്സാം ആയിരുന്നു 7th 7 to 8 ആയിരുന്നു ഞങ്ങൾക്ക് മോഡൽ എക്സാം. അതെയല്ലോ, നിങ്ങൾ ഒന്നും പറഞ്ഞില്ലല്ലോ. 7 to 8 തന്നെയാണ് ടൈം പറഞ്ഞത് ക്ലാസിന്റെ. അല്ല, ഞങ്ങളെ എക്സാം ഒന്നായിരുന്നു. ആണല്ലേ? ഇപ്പഴാ പറഞ്ഞില്ല, മാറ്റി വെച്ചതായിട്ട് ടൈം ഒന്നും മാറ്റി വെച്ചതായിട്ട് കണ്ടില്ല. ഇന്നലെ ഉണ്ടായിരുന്നു എക്സാം. ഇന്നലല്ല, ഇന്ന്. നാളെ അല്ലേ എക്സാം? 2 ടേം ആയിട്ടാ. നാളെ 27th നാളെ ഉണ്ടോ? നാളെ MT7 അല്ലേ? ഓക്കെ ഓക്കെ. ഞാനൊന്നും എടുത്തിട്ടില്ല, ഫുൾ സെമിനാർ ആയിരുന്നിട്ട് ഒന്ന് കണ്ടക്ട് ചെയ്തത് ജിസ്ലിയ. ഞാനൊന്നും പഠിപ്പിച്ചിട്ടില്ല, ഫുൾ സെമിനാർ ആയിരുന്നു. അപ്പോ സെമിനാർ എടുക്കുന്നവര് ശ്രദ്ധിക്കുക പ്രത്യേകം, മാക്സിമം 7 മിനിറ്റ്സ് 7 മിനിറ്റിനുള്ളിൽ സെമിനാർ തീർക്കാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ എനിക്കൊന്നും പഠിപ്പിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യാം. തമന്ന, എത്ര നേരം കൊണ്ട് തീർക്കാൻ പറ്റും കണ്ടിന്യൂ ചെയ്താല്? പെട്ടെന്ന് തീർക്കാൻ നോക്കാം മാം, എല്ലാവർക്കും മനസ്സിലാവുമെങ്കിൽ പെട്ടെന്ന് തീർക്കാം. ഞാൻ പറഞ്ഞൊരു ബേസ് എല്ലാവർക്കും ഉണ്ടല്ലോ, കണ്ടിന്യൂ ചെയ്യട്ടെ? ചെയ്തോളൂ ചെയ്തോളൂ. ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ഈ മോന്റെ ബഹളം കാണാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ആരാണ് ജോൺ DV എന്ന് ജസ്റ്റ് അത് മാത്രം. അദ്ദേഹം ഒരു അമേരിക്കൻ ഫിലോസഫർ ആയിരുന്നു, അതേപോലെ സൈക്കോളജിസ്റ്റ് ആണ്, എഡ്യൂക്കേഷണൽ റീഫോമറും കൂടിയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ കണ്ടിന്യൂ ചെയ്യണം എല്ലാവരും, ജസ്റ്റ് ഒന്ന് ഓർമ്മ വരാൻ വേണ്ടി. അതായത് വിദ്യാഭ്യാസവും പഠനവും അല്ലെ സോഷ്യൽ ആൻഡ് മോറൽ പ്രോസസ് ആണ്, സാമൂഹികപരമായിട്ടുള്ളൊരു മോറൽ, അതേപോലെ മോറൽ പ്രോസസ്സും കൂടിയാണ്. അപ്പോ ഇദ്ദേഹം പറയുന്ന പ്രകാരം ഒരു സ്കൂള് തന്നെ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മാറണം. അതായത് നമ്മുടെ സാമൂഹിക പരിഷ്കരണം നടക്കാവുന്ന സോഷ്യലി ഏബിൾ ആയിട്ടുള്ള ഒരു കുട്ടികളായിട്ട് ഇവരെ പുറത്തേക്ക് കൊണ്ടുവരാം, ഈ ഒരു ഉദ്ദേശമാണ്.
PDF ടെക്സ്റ്റിൽ തന്നെ നോക്കോട്ടോ. ഈച്ച് എക്സ്പീരിയൻസ് ഓഫ് എ ചൈൽഡ് മെന്റൽ ഓർ മോറൽ ഇൻഫ്ലുവൻസ് ഓൺ ഹിസ് പേഴ്സണൽ ഡെവലപ്മെന്റ്. അതായത് കുട്ടിക്ക് നമ്മുടെ സ്കൂളിൽ കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും അവന്റെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ മാനസിക ധാർമ്മിക അല്ലെ ആ ഒരു സ്വാധീനം അവൾ എവിടെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ പേഴ്സണൽ ഡെവലപ്മെന്റിലാണ്. ആ ഒരു വ്യക്തിത്വ വികസനത്തിന് അത് സഹായിക്കുന്നു. നമ്മൾ സ്കൂളിൽ കൊടുക്കുന്ന എല്ലാം അവൻ അവിടെ സംഭവിക്കുന്ന മാനസികമായിട്ടുള്ള മെന്റൽ ആയാലും മോറൽ ആക്ടിവിറ്റീസ് ആയാലും എന്തായിരുന്നാലും എ സ്കൂൾ ഷുഡ് ബി നോട്ട് ഓൺലി എ പ്ലേസ് ഫോർ സ്റ്റഡിങ്, other kinds of development are also achieved for equal objective along with mental development through co-curricular activity. വെറും എന്താണ് ഒരു പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാത്രം ഒരു സ്ഥലമായിട്ടല്ല, മറ്റ് എല്ലാ അതായത് കുട്ടിയുടെ എന്താണ് മാനസിക വികാസം അല്ലെ മെന്റൽ ഡെവലപ്മെന്റും കൂടെ നടക്കണം. ഏതിലൂടെ? പഠിത്തം മാത്രമല്ല, അവർക്ക് എൻഗേജ്ഡ് ആയിട്ട് അവർക്ക് മോണ്ടിസോറി പറയുന്ന പോലെ അവർക്ക് ഒരുപാട് ആക്ടിവിറ്റീസിലൂടെ പല പല കളികളിലൂടെ അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. പിന്നും ജോൺ DV ഒരു തിയറി ജസ്റ്റ് ഒരു ഇത് പറയുന്നുണ്ട്. ഔട്ട് ഓഫ് ഡൂയിങ് തിങ്സ് ദാറ്റ് ആർ ടു പ്രൊഡ്യൂസ് റിസൾട്ട്സ് and out of doing this in a social and cooperative way, there is a born discipline of its own kind and type. അതായത് കുട്ടികളെ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ എപ്പോഴും നമ്മളൊരു അക്കാഡമിയിൽ പണ്ടൊക്കെ അങ്ങനെയായിരുന്നല്ലോ, എപ്പോഴും പഠിത്തം എന്നിട്ട് മാർക്ക് പഠിച്ചോ മാർക്കുണ്ടോ ഈ ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ഉപാധി ഇത് മാത്രമായിട്ടാണ് കുട്ടികളെ കണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു മോഡേൺ കൺസെപ്റ്റിൽ പറയുന്ന എന്താണ്, അവരെ ഒരു കോപ്പറേഷൻ പഠിപ്പിക്കുക, ഒരു മാക്സിമം ഒരു ഷെയറിങ് നാളെ ഒരു സോഷ്യൽ ലൈഫ് നേരിടേണ്ടവരാണ്. ആ ഒരു സോഷ്യൽ ഡിസിപ്ലിൻ മുന്നോട്ട് കൊണ്ടുവരിക, അതിനു വേണ്ടിയിട്ടൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ആക്കണം ഒരു സ്കൂൾ എന്നാണ് നമ്മുടെ ജോൺ DV പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് എ സെൽഫ് ഡിസിപ്ലിൻ വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ റെക്കഗ്നിഷൻ ഓഫ് ദി സൊസൈറ്റീസ്. അക്കോർഡിംഗ് ടു ജോൺ DV's ഒപ്പീനിയൻ, ദ ഡിസിപ്ലിൻ ലൈസ് ഇൻ സോഷ്യൽ കണ്ടീഷൻസ് ഓഫ് ദ സ്കൂൾ. ഒരു സ്കൂള് ഇപ്പൊ ഈ നമ്മളെല്ലാവരും ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ഭയങ്കര അവിടുത്തെ ഹെഡ് മാസ്റ്റർ ഒരു കടുവയാണ്, അതേപോലെ ടീച്ചർ ഒരു ഭയങ്കരയാണ്, ഒരു ഇന്ററാക്ഷനും ഇല്ല, ഒരു കാര്യങ്ങളില്ല, കുട്ടികൾ തമ്മിൽ ഒരു ഇതില്ല, എന്ത് പ്രയോജനമുണ്ട്? ഒരു പ്രയോജനവും ഇല്ല. പക്ഷെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നല്ല ഹെഡ് മാസ്റ്റർ, ടോട്ടലി നല്ലൊരു മാനേജ്മെന്റ്, കുട്ടികളെ ഒരുപാട് ആക്ടിവിറ്റീസിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരിക, ഷെയറിങ്, കെയറിങ്, കോപ്പറേഷൻ, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ആവശ്യമാണ്. In the end, ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്, according to modern thoughts, the meaning of discipline is to prepare boys and girls for life in democratic society. ഇവിടുത്തെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നാളെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ് അല്ലെ. അപ്പൊ അവര് മാക്സിമം കോപ്പറേറ്റീവ് ആയിട്ട് ആ ഒരു സ്വയം അച്ചടക്കത്തിനോടൊപ്പം തന്നെ നാളെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കാനുള്ള ഒരു കരുത്ത് ആ ഒരു സ്കൂളിൽ നിന്ന് നമുക്ക് കൊടുക്കണം. To provide help to man in achieving knowledge, അറിവ്, strength, ശക്തി, habits, ശീലങ്ങൾ, interest, താല്പര്യം, and deals which are imagined for the betterment of self. സ്വന്തമായിട്ടൊരു വ്യക്തി എന്ന നിലയിൽ സ്വന്തമായിട്ടുള്ള ഡിസിപ്ലിൻ, അതേപോലെ മറ്റുള്ളവരുടെ തന്റെ കൂട്ടുകാരന് വേണ്ടി ഏറ്റവും എല്ലാത്തിലുപരി ദ ഹോൾ ഓഫ് ദി സൊസൈറ്റി അല്ലെ, അതായത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു കുട്ടീനെ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സ്കൂൾ എന്ന് കരുതി മാക്സിമം ആക്ടിവിറ്റീസിലെ കൂടെ കോപ്പറേഷനിലൂടെ നല്ലൊരു കുട്ടീനെ നാളത്തെ ഒരു നല്ലൊരു സിറ്റിസൺ ആക്കി കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇവിടെ ജോൺ DV മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിന് പറയുന്നത്. താങ്ക് യു മാം. ഓക്കെ, നന്നായിരുന്നു കേട്ടോ തമന്ന. താങ്ക് യു മാം. ഓക്കെ, അപ്പോ നമുക്കത് ക്ലാസ് എടുക്കാനുള്ള ടൈം ഉണ്ടായില്ല. അടുത്ത പ്രാവശ്യം ഞാൻ ക്ലാസ് എടുത്തിട്ട് ഈ സെമിനാർ നിങ്ങളെ കൊണ്ട് പ്രസന്റ് ചെയ്യിപ്പിക്കുള്ളൂ. അപ്പൊ അടുത്ത പ്രാവശ്യത്തേക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് വീക്കിലേക്ക് വേണ്ടിയിട്ട് 3 പേര് മതിയാവും കേട്ടോ, 5 പേര് വേണ്ട അടുത്ത ആഴ്ച, കാരണം നമ്മൾ ടോപ്പിക് എടുത്തിട്ടില്ല. അതുകൊണ്ട് 3 പേരൊന്ന് പറഞ്ഞേ വേഗം. ഞാൻ ടോപ്പിക് തരാം കേട്ടോ. കോർഡിനേഷൻ മാനേജ്മെന്റ് ആണ് ഒരാൾ ചെയ്യേണ്ടത്. ഷെറിനാണോ? ഷെറിൻ യെസ് മാം. ഷെറിൻ അല്ലേ? കോർഡിനേഷൻ ഇൻ മാനേജ്മെന്റ്. കോർഡിനേഷൻ ഇൻ മാനേജ്മെന്റ് കേട്ടോ. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് സഫീദ. ഒരു മിനിറ്റ്. സഫീദ ചെയ്യേണ്ടത് കോർഡിനേഷൻ ഓഫ് co-curricular activities. ഓക്കെ മാം. ടോപ്പിക് തരുന്നത് എന്താണെന്ന് വെച്ചാല് എനിക്ക് ആദ്യം co-curricular activities. ഒരാളും കൂടി പറയാ കേട്ടോ. ഞാൻ ചെയ്യാം മാം. ആരാണ്? ധന്യ അല്ലേ?
കൺട്രോൾ ഓഫ് കോർഡിനേഷൻ കേട്ടോ. അപ്പോ മാക്സിമം 7 minutes കേട്ടോ. ഓക്കെ, എല്ലാരും ഓക്കെ അല്ലേ? അപ്പോ ഞാനിപ്പോ MT6ലും MT8ലും ഞാൻ ക്ലാസ് എടുക്കുന്നില്ല. അപ്പൊ നിങ്ങളുടെ മാർക്സ് ഞാൻ നിങ്ങളുടെ ബാച്ച് എടുക്കുന്ന ടീച്ചേഴ്സിന് ഞാൻ പാസ് ചെയ്തോളാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ മൈൻഡപ്പ് ചെയ്യാനായിട്ടോ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്നായിട്ട് വായിക്കാം കേട്ടോ. ഇന്ന് എടുത്ത കാര്യങ്ങള് എന്തെങ്കിലും ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, നിങ്ങളോട് ഇപ്പൊ തൽക്കാലം പറയുന്നില്ല കേട്ടോ. സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ പറഞ്ഞാൽ മതി എത്രയാണെന്ന്. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Good night. Good night. Thank you, ma'am.